നിബിധങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഒരു ഗ്രന്ഥം ലിഖിത രൂപത്തിൽ ഇട്ടേച്ചു പോകുന്നില്ല. മറിച്ച് പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിച്ച മഹാന്മാരായ മാതൃകാ യോഗ്യരായ സ്വഹാബികളെ നമുക്ക് സമ്മാനിച്ചു പോയി. എന്നല്ലാതെ ഖുർആന്റെ ഫാത്തിഹ സൂറത്ത് മുതൽക്ക് സൂറത്തുൻ നാസ് വരെ ഒരു ലിഖിത രൂപത്തിലാക്കി ക്രോഡീകരിപ്പിച്ചിട്ട് ഈ ഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചോളി എന്ന് പറഞ്ഞു പോയിട്ടില്ല. ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. സുന്നത്തും അങ്ങനെ തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ പുസ്തകത്തിലാക്കിയിട്ടുണ്ട്, ആ പുസ്തകം നോക്കി വായിച്ച് പഠിച്ചോളുണ്ടി. ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ വഹയികളൊക്കെ ഒരു ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥത്തിലാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് ജീവിച്ചോളുണ്ടി എന്നല്ല പറഞ്ഞത്. ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് ലിഖിത രൂപത്തിലാക്കി ഒരു കോപ്പി കൊടുത്തിട്ടല്ല എന്നർത്ഥം. മറിച്ച് ആ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ജീവിച്ച മഹാന്മാരായ സ്വഹാബത്തിനെ ഇവിടെ ഇട്ടേച്ചു പോയി എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഖുർആൻ കോപ്പികളും ഇസ്ലാമിക് ഗ്രന്ഥങ്ങളും കൈമാറ്റം ചെയ്തിട്ടല്ല പോകേണ്ടത്. മറിച്ച് നമുക്ക് ദീനനുസരിച്ച്